വനിതാ വിരുദ്ധയിൽ വരില്ല, വേറെ വേറെ തിയേറ്ററിൽ എടുത്തു പറയാ. വനിതാ വിരുദ്ധയിൽ വരില്ല. വനിതാ വിരുദ്ധയിലേക്ക് ഇനി ഇല്ല തൽക്കാലത്തേക്ക്. സത്യമാണല്ലോ, അത് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. കാരണം നിങ്ങൾക്കെതിരെ വന്നേക്കണ ഓരോ കോമിക്കുകൾക്ക് ഒരു പരിധിയില്ലേ. അതെ അതെ. ഇപ്പൊ നീയും പറ, നീ ഇപ്പോ ആരായി? നീ പറടാ, നീ ആരായി? ഞാൻ ചോദിക്കാം, ഞാൻ ചോദ്യത്തിലേക്ക് വന്നിട്ട് നീ ആൻസർ പറഞ്ഞു കേട്ടോ. അല്ലേ അല്ല, ഞാൻ അത് അവൻ പറയാനുള്ള അവസരം ഞാൻ കൊടുക്കാം. സാധാരണക്കാരനായിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് വന്ന ഒരു വിഷ്ണു ഒരു ദിവസം കഥ പറയാം. വൈറ്റ്ലയിൽ ഞാൻ പെട്ട് നിൽക്കുന്നതായിരുന്നു. വൈറ്റ്ലയിൽ ഞാൻ പെട്ട് നിന്നപ്പോൾ ഇവൻ ഒറ്റ പൈസ ഇല്ലട്ടാ, അന്നത്തെ സാഹചര്യം പറയാം. ഒരു പൈസ എടുക്കാനില്ല. ആശുപത്രിയിൽ പോയി ഞാൻ പെട്ടുപോയി. എന്നെ അഭിലാഷ് ആട്ടയും മായ്മോറ്റയും മായില്ല. അഭിലാഷ് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു, തല്ലുടിച്ചിരിക്കുകയായിരുന്നു. അപ്പം പുള്ളി ഓട്ടോറിക്ഷയായിട്ട് വരുന്നു, രക്ഷകനായിട്ട് വരുന്നു. നമ്മള് പരിചയപ്പെടുന്നു. ആണല്ലേ? അപ്പൊ അങ്ങനെ പരിചയം ഉണ്ടായിട്ട് നിങ്ങൾ പിന്നെ എൻ്റെ ഒപ്പം കൂടി ഒരുപാട് എന്നോട് ബോഡി ഗാർഡായിട്ട് ഒരുപാട് റീല് പങ്കെടുത്തു. അതിനുശേഷം നിനക്കൊരു പട്ടം ചാർത്തി തന്നു. ഇപ്പോൾ ലാലേട്ടന് യൂണിവേഴ്സൽ സ്റ്റാർ എന്നൊരു പേരുണ്ട്. ലാലേട്ടന് മമ്മൂക്കയ്ക്ക് മെഗാ സ്റ്റാർ എന്നൊരു പട്ടമുണ്ട്. ദിലീപ് ഏട്ടന് ജനപ്രിയ നായകൻ എന്നൊരു പട്ടമുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും ജനപ്രിയ റിവ്യൂ താരം എന്നൊരു പട്ടമുണ്ട്. ചിലർക്ക് എഴുതി വെക്കുന്നുണ്ട്. പട്ടമല്ല, ടൈറ്റിൽ കാർഡല്ല, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിനക്കൊരു ടൈറ്റിൽ കാർഡ് കിട്ടി. ടൈറ്റിൽ കാർഡ് നിനക്ക് നാളെ ഒരു സിനിമയിൽ ഉപയോഗിക്കാം. നിനക്ക് പൈനാപ്പിൾ അണ്ണൻ. എന്ത് തോന്നുന്നു ഇപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോ കാലം ഇരിക്കുമ്പോ? ഇങ്ങനെ ഇരിക്കുമ്പോ സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഇവന്റെ കൂടെയാണല്ലോ ഞാൻ വൈറലായത് എന്നാലോചിക്കുമ്പോ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം നീ എൻ്റെ കൂടെ ഇരുന്ന് ഒരുപാട് ഇന്റർവ്യൂ നീ പങ്കെടുത്തു അല്ലേ? ജാങ്കോ സ്പേസിലായിക്കോട്ടെ, ഒരു TV ന്യൂസ് മാസ്റ്റിക്കിലായിക്കോട്ടെ, TV ന്യൂസ് സ്റ്റാറിലായിക്കോട്ടെ. നിന്റെ ഈ വളർച്ചക്ക് എന്താണ് രഹസ്യം? കാരണം നീ ചെയ്യുന്ന എല്ലാം വൈറലാകുന്നു. എൻ്റെ ഒപ്പം ഇരിക്കുന്നതുകൊണ്ട് പലരും ഇപ്പോൾ വിജയേട്ടൻ്റെ പ്രസ് മീറ്റ് വരെ വന്നിട്ടും അത് ഓടിയില്ല. അത് വലിയ രീതിയിൽ ട്രോളൊന്നും വന്നില്ല മെറ്റീരിയലായിട്ട്. പക്ഷെ നീ ഇരുന്ന സംഭവങ്ങൾ കളിയാക്കിയല്ല കേട്ടോ, കാര്യം പറഞ്ഞു കൊടുത്തന്നതാ. അപ്പോൾ നീ ഇരുന്ന സംഭവങ്ങൾ ഇപ്പം ബ്രൈറ്റ് വന്നിരുന്നു പണ്ട്, ഒരുപാട് ഇന്റർവ്യൂ എന്നോട് ചെയ്തിരുന്നു. പക്ഷെ ബ്രൈറ്റിനെ പോലും കിട്ടാത്ത സ്പേസ് നിനക്ക് ഇന്ന് മലയാള സിനിമ ഒരു കാണുന്ന നടന്മാരുടെ മുന്നിലേക്ക് ഒരു സ്പേസ് ആണ് ഈ മീഡിയ. അപ്പോൾ മീഡിയയിൽ ഇത്രയും വലിയൊരു സ്പേസ്, ഒരു പേര്, #, പൈനാപ്പിൾ അണ്ണൻ. എന്ത് തോന്നുന്നു? ബ്രൈറ്റൊക്കെ വിളിച്ചതിനോട് കരച്ചിലാണ് നീ വൈറലായെന്ന് പറഞ്ഞു. അതിൽ ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് ഓൺലൈൻ മീഡിയക്കാരോടാണ്. അത് നീയും പറയണം. കാരണം നിന്നെ വളർത്തിയത് അവരാണ്. അത് നീ തലമറന്ന് തന്നെ തേക്കരുത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഇതുവരെ ആക്കിയത് ഓൺലൈൻ മീഡിയക്കാരാണ്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മളൊരിക്കലും അവരെ മാത്രം തള്ളിപ്പറയരുത്. അത് എനിക്ക് പെരേരോട് പറയാനുള്ളത്. മിക്ക ഓൺലൈൻ മീഡിയക്കാർ വരുമ്പോൾ ചിലപ്പോൾ പെരേര പറയാ അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പെരേര നമ്മളെ വലുതാക്കിയത് അവരാണ്. പിന്നെ വേറൊരു കാര്യം അപ്പത്തേക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ചോദിക്കാം. കാരണം വിനീത് ഭായ് നമ്മുടെ കൂടെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി എന്ന് പറയും? പരിചയപ്പെടുത്തും. പുള്ളി ഒരുപാട് ചീത്തപ്പേര് പരിചയപ്പെടുത്തും. ഞാൻ ചെറുകോട് പറഞ്ഞാൽ മതി. ചേട്ടനെ പറ്റി ചേട്ടൻ പരിചയപ്പെടുത്തി. എന്നോട് ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്ന സമയത്താണ് അലനെ പരിചയപ്പെടുന്നത്. ഏത് ഷോർട്ട് ഫിലിം എന്ന് പറയട്ടോ? ബ്ലഡി നൈറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. ആ ഷോർട്ട് ഫിലിമിൽ വന്ന് അഭിനയിക്കാൻ വന്ന് അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ സൗഹൃദങ്ങളായി. പിന്നെ കുറെ വിവാദങ്ങളൊക്കെ വന്നു, കുറെ കള്ളക്കേസായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളത് ഇവന്റെ കൂടെ നടന്ന് കാര്യം പറയട്ടെ. ഇവന്റെ കൂടെ ഇപ്പൊ ചേട്ടൻ കേറിയിട്ട് ചേട്ടന് ചീത്തപ്പേരും കേട്ടിട്ടുണ്ട്, നല്ല പേരും കേട്ടിട്ടുണ്ട്. ചേട്ടന്റെ പേര് വന്ന പ്രശ്നമുണ്ടോ? പേര് ഈ മറ്റേ ചീത്തപ്പേര് വന്നപ്പോ ചേട്ടന്റെ പേര് വന്നു ന്യൂസിലൊക്കെ. അതിന് ഒരു പേരുണ്ടായില്ല, നല്ല പേര് മാത്രം. ട്രോളില് ചേട്ടന്റെ പേരൊന്നും ഇത് വന്നില്ലല്ലോ. നിക്കുന്നില്ലല്ലോ. അല്ല ചേട്ടൻ അതില് സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ? എനിക്കിപ്പോ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാം. എനിക്കെതിരെ ഈ പീഡന കേസ് പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഈ പീഡന കേസ് പോലും വന്നിട്ട് പോലും ഞാൻ പേടിച്ചിട്ടില്ല. കാരണം ചെയ്യാത്ത നിങ്ങളല്ലേ പേടിച്ചത്. അണ്ണൻ നാട് വിട്ടു,
ഇവനാണെങ്കിൽ ഇവനും മറ്റേ അഭിലാഷ് ചേട്ടനും കൂടി ഇവിടെ ഇന്റർവ്യൂ ഫുള്ള് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പേര് പറ അലൻ ജോസ്. ഞാനില്ല ഈ സംഭവത്തിൽ വിഷ്ണു പരിചയമില്ല എനിക്ക്. ഞങ്ങൾ മലയാള സിനിമയിലേക്ക് അതുപോലുള്ള വിഷയങ്ങളൊക്കെ തരണം ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ കള്ളക്കേസ് കൊടുത്ത് ഇവിടെ പാവങ്ങളെ പറ്റിക്കണ പോലെ എല്ലാവരും പറ്റിക്കാന്ന് വിചാരിച്ച ഒരുത്തൻ പെൺവേഷം കെട്ടി വന്ന് നമുക്കിട്ട് ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. പോലീസ് കൃത്യമായ കേസ് അന്വേഷണം നടത്തി അവനെതിരെയുള്ള കൃത്യമായ തെളിവുകൾ നമ്മൾ കൊടുത്തു. എല്ലാവരും സേഫ് ചെയ്തു. ആരും തന്നെ അവിടെ സ്റ്റേഷനിൽ കയറ്റാൻ നിർത്തിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോയത് സ്റ്റേഷനിലേക്ക്. എൻ്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ. ഇപ്പോൾ അഭിലാഷ് ആട്ടയമാണെങ്കിലും വിഷ്ണു കൊച്ചിക്കാരനാണെങ്കിലും സന്തോഷ് വർക്കിയാണെങ്കിലും പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ആൾക്കാരാണ് വിനീത് ഭായ്, ബ്രൈറ്റ്, നിഷ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന നിഷയാണ്. ട്രോളുകളൊക്കെ വന്നത് പേരെഴുതി വന്നത്. അപ്പൊ അതിനെ പറ്റി ചേട്ടൻ എന്ത് പറയാനുണ്ട്? ഈ ട്രോൾ മെറ്റീരിയലായി മാറുന്ന നമ്മൾ പറയുന്ന തെറി പറഞ്ഞ് മറ്റു സോഷ്യൽ മീഡിയയില് അങ്ങനെയൊക്കെ പറയുമ്പോൾ ട്രോള് വരുന്നു. പക്ഷെ ഞാൻ അങ്ങനത്തെ എനിക്കെന്ത് വിഷമമാണ് ആൾക്കാര്. എടാ ഞാൻ ഒന്നാമത്തെ കേസ് പറയാം. ഞാൻ ഒന്നാമത്തെ കേസ് അത്യാവശ്യം സിനിമാക്കാരായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. സെൽഫി എടുക്കുന്നത് സെൽഫി ആറട്ടെണ്ണെയും എന്നെയും ഈ പുള്ളിനെ ഇപ്പൊ സെൽഫി എടുക്കുന്നുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളവര് ബ്രൈറ്റ് ഒരു കലാകാരനാണ്. ഒരു ഡിസ്മിസും ലൈഫ് ചെയ്തു. മറ്റേ എന്താ പറയാ ബ്ലഡി നൈറ്റ് സൊസൈറ്റി വർക്കും ചെയ്തു, അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രൈറ്റിനെ രണ്ടുപേര് നിർത്തിയിട്ട് നമ്മളെ കൂടെ നിർത്തുമ്പോൾ ബ്രൈറ്റ് മാറിക്കളയും. ബ്രൈറ്റ് ഫോട്ടോ ഒക്കെ നിൽക്കാറില്ല. പക്ഷേ ബ്രൈറ്റിന് അടുത്തേക്ക് കണ്ട് ഫോട്ടോ എടുക്കാറില്ല. കളിയാക്കണല്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആൾക്കാർ നമ്മളെ കൂടെ വന്നിട്ട് ഒരാളെ ഫോട്ടോ എടുക്കുന്നത്? ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ ബ്രൈറ്റ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കളിയാക്കല്ല, ഞാൻ പറയാം കളിയാക്കണമെന്നല്ല. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനായ പോലും ഇപ്പൊ നമ്മുടെ അടുത്ത് സെൽഫി ഒരാൾ ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഞാനെന്നല്ല ആരായാലും അത് വരുന്ന ആൾക്കാർ സന്തോഷത്തിന് വേണ്ടി വന്നതാണ്. അവന്റെ സന്തോഷമാണ് നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ചില സമയത്ത് ഇവനത് ഇഷ്ടപ്പെടാറില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയട്ടെ നിങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫീൽഡിലേക്ക് വരരുത്. പബ്ലിക് ഏരിയയിലേക്ക് വരരുത്. പബ്ലിക് ഫീൽഡിലേക്ക് വരരുത്. അവര് ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ പുറത്ത് വെച്ച് അത് നിങ്ങളെ തന്നെയല്ല, ഏത് നടന്മാരെ കണ്ടാലൊക്കെ ഉണ്ട്. നമ്മൾ ജാട കാണിച്ചിട്ട് കാര്യമാണ്. അത് വെറുതെ ഒരു കാര്യം പറയാം. നമ്മൾ നടന്മാരായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ മനുഷ്യനാണ് എല്ലാവരും. നമ്മൾ ചത്തു കഴിഞ്ഞാൽ നമ്മൾ തിന്നാൻ വന്ന പുഴുവിന്റെ മതം അറിയാൻ പാടില്ല. ഇപ്പൊ ഞാൻ മണ്ണി കിടന്നിട്ടുണ്ടെങ്കിൽ എന്നെ പുഴു അരിക്കുന്നുണ്ടെങ്കിൽ അത് ഹിന്ദു പുഴു അല്ല അരിക്കുന്നത്. അല്ലെങ്കിൽ നീ ഇപ്പൊ മരിക്കുകയാണെങ്കിൽ നിന്നെ ക്രിസ്ത്യൻ പുഴു അല്ല അരിക്കുന്നത്. അത് ബയോളജിക്കലാണ്. എല്ലാവരും മരിച്ച ഒന്നുമില്ല, എല്ലാം. അപ്പൊ അതുവരെ സന്തോഷിച്ചു പോവാ. അപ്പൊ ഇതൊക്കെ ഒരു സന്തോഷമായിട്ട് കാണുക. അത്ര എനിക്ക് പറയാനുള്ളൂ ഇതില്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് സെൽഫി എടുക്കാൻ വരുമ്പോൾ ചില സമയത്ത് നമുക്ക് ചൂടാവാറുണ്ട്. ഞാൻ പലപ്പോഴും അല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നീ ശരിയാണോ ചോദിച്ചാൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ചില നടന്മാരെ വെച്ച് ഞാൻ പറയാം. ഇപ്പൊ മമ്മൂക്ക, ലാലേട്ടൻ, അവര് ചില അമ്മ ഷോ കുറ്റം പറയുന്നതല്ല, അവര് ബൗൺസേഴ്സ് ഇങ്ങനെ വളഞ്ഞിട്ട് അവർക്ക് ആർക്കും സെൽഫി രീതിയിലൊന്നും വരാത്ത രീതിയിൽ വിടാറുണ്ട്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഫാൻസുകാർക്ക് വേണ്ടി പ്രത്യേകം സെൽഫി പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ സിനിമാ സെറ്റുകളിൽ ഒരിക്കലും ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ നിൽക്കാറില്ല മമ്മൂക്ക, ലാലേട്ടൻ. പിന്നെ പെട്ടെന്നൊരു 2-3 പേര് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കാറിക്കാരാണ് പെട്ടെന്ന് ആൾക്കാർ എടുക്കുമ്പോൾ എടുത്തു പോകും. അപ്പോൾ അതും എൻ്റെ രീതികളും കണക്ട് ചെയ്യുമ്പോൾ ഞാൻ തോന്നുന്നുണ്ട് ചേട്ടന്. എടാ അതെനിക്ക് നേരത്തെ പറഞ്ഞേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇത് എല്ലാവരും മനുഷ്യരാണ്. കാരണം സിനിമാ നടന്മാരും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്താണെങ്കിൽ ഓക്കെ നമുക്കത് പറയാം. പിന്നെ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെന്ന് കഴിയുമ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവർ ചെന്ന് കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അവർ ആ ഫീൽഡിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ആ സമയത്ത് അവർക്ക് സമയം പറ്റില്ല. ഇപ്പം ഞാനും സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ട് ലാലേട്ടനായാലും മമ്മൂക്കയായാലും മാറി നിന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാരോട് സെൽഫി എടുക്കാൻ കണ്ടിട്ടുണ്ട്. അത്രയും ധൃതി പിടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ അവർ ചിലപ്പോൾ മാറ്റി നിർത്തുള്ളൂ. ഒരു കാര്യം പറയട്ടെ, താങ്കളുടെ അടുത്ത് സെൽഫി എടുക്കാൻ വരുമ്പോൾ താങ്കൾ രോഷാകുലനാവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന്? കാരണം നമ്മള് ഒരുപാട് നടന്മാര് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. താരജാടന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നടന്മാരായിട്ട് ചെറിയ രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോ വിളിയും നേരത്തെ കാണാറുണ്ട്. അപ്പോ അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോ നമ്മളെന്തേലും ഒരു
എന്താ പറയുക, നമ്മൾ ഈ അറ്റൻഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ മീഡിയക്കാരോട് കൂടി നിൽക്കുമ്പോൾ വർത്തമാനം പറയുന്നത് ഒരാൾ വന്ന് പകർത്തിയപ്പോൾ ഞാൻ ഒരു എന്തോ മോശമായിട്ട് തെറി വിളിച്ചെന്തോ സംഭവം പറഞ്ഞു, പറ്റത്തില്ല കേട്ടോ ഡിലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അവർ വന്ന് പറയുകയും ചെയ്തു, സോറി പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് എനിക്ക് ഫോട്ടോ വെച്ചപ്പോൾ വേണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, താങ്കളുടെ സിനിമയിൽ അഭിനയിച്ച് താങ്കളുടെ പടം 150 രൂപ മുടക്കി കാണുന്ന പ്രേക്ഷകർക്ക് താങ്കളുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ അവകാശമില്ലേ എന്നാണ്. ഞാൻ നായകനല്ലല്ലോ, ഞാൻ ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിനേക്കാളും ഒരുപടി മുകളിൽ നിന്നും താങ്കൾ ആ പടത്തിലുണ്ടല്ലോ. താങ്കളുടെ പടം കണ്ടിട്ട് പൈസ മുടക്കി കണ്ടിട്ട് താങ്കളുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ താങ്കൾ മോശമല്ലേ കാണിക്കുന്നത്? നമുക്ക് ഒരു മനുഷ്യനല്ലേ, താരജാടയല്ല. കാരണം നമുക്കുള്ളിലും ഒരു മറ്റേ ഒരു അല്ല മൃഗമല്ല, ശരീരത്തില് ഓരോരോ എന്താ പറയാ ഹൃദയമല്ലേ, ഹൃദയം മനുഷ്യനാണ്, എല്ലാം ഉള്ള ഒരു വികാരമുള്ള മനുഷ്യനാണ്, എല്ലാത്തിനോടും വികാരമുള്ള മനുഷ്യനാണ്. ഒരു മൃഗം ഒളിച്ചിരിക്കുന്നുണ്ട്. മൃഗമില്ല പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും. കാരണം അതാണ് മൃഗം. അത് മറ്റേ സാമൂഹികത്തിൽ പറയുന്നത്. ചില സിനിമാളന്മാര് വിനായകരാണെങ്കിലും സംസ്കൃതത്തിൽ പറയുന്നുണ്ട്. വിനായകനെ പറ്റി പറയാം. വിനായകൻ ഞാൻ പണ്ട് ചോദിച്ചപ്പോ സെൽഫി വന്നില്ല. നീ നിന്നെ പറ്റി പറഞ്ഞാൽ മതി. മറ്റൊരു താരങ്ങളെ പറ്റി കുറിച്ച് നീ പറയണ്ട. നിന്റെ താരജാട ഒന്ന് നിർത്താൻ പറ്റുമോ? കാരണം മറ്റുള്ളവർ സെൽഫി എടുക്കാൻ വരുമ്പോ നീ വളരെ മോശമായി. പെട്ടെന്ന് എനിക്ക് ഒരു സൗഹൃദമായിട്ട് എനിക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് മൈൻഡ് മാറുമ്പം എനിക്ക് പറ്റത്തില്ലെന്ന് പറയും. ഇടക്ക് മൈൻഡ് മറിഞ്ഞു അല്ലേ? അത് മൈൻഡ് മാറുന്നത് നമ്മളെ തല്ലാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും. പെട്ടെന്ന് എനിക്ക് സെൽഫി എടുക്കാൻ പറ്റില്ല, സെൽഫി തന്നില്ലെന്ന് പറഞ്ഞേ അടുത്ത ദിവസം കാണാൻ പിടിച്ചിടിക്കാൻ പറ്റുന്നാലേ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് രാത്രി ഞാൻ സ്കൂട്ടർ ഓടിക്കുമ്പോഴും കാറിൽ പോകുമ്പോഴൊക്കെ ഇന്നലെ ഒരാൾ വന്നു. അതായത് ഇന്നലെ സംഭവം ഉണ്ടായി. ഇന്നലെ നമ്മുടെ കൂട്ടുകാരൻ ആശിച്ചപ്പം നമ്മൾ പോയപ്പോ ആശിഷ് പറഞ്ഞു ചേട്ടാ ഇപ്പൊ രാത്രിയാണ്, നാളെ എടുക്കാം, എനിക്ക് ഞാൻ എല്ലാ ദിവസവും ഒരാളത്തുണ്ടല്ലോ എടുക്കാന്ന് പറഞ്ഞു. അത് നല്ല മര്യാദയല്ലേ? കാരണം ഒരുപാട് ആണുങ്ങൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇന്നാല് ദിവസം നമ്മൾ തൃശ്ശൂർ പോയപ്പോ രണ്ടുപേര് ആക്രമിക്കാൻ വന്നു. മറ്റേ ഗ്ലാസ് തുറന്ന് കൈ കൊടുത്തിട്ട് ലാസ്റ്റ് ഫക്ക് എന്ന് കാണും. ഈ ആക്രമിക്കുന്ന സമയത്ത് നീ എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോകാത്ത? നിനക്ക് ആക്രമണം കുറവായിരിക്കും. നീ തൃശ്ശൂർ വരൂരല്ല. വിളിച്ചിട്ടില്ല. തൃശ്ശൂർ വരൂരല്ലോ. അതെ, അതായത് പെണ്ണുങ്ങളിലായിരുന്നു. അതുകൊണ്ട് പ്രാങ്കണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഏതായാലും ഒരു കാര്യം പറയാം, എമ്പുരാൻ റിലീസാണ്. ഇപ്പൊ ഏതായാലും എമ്പുരാൻ റിലീസിന് നമുക്ക് എല്ലാവർക്കും കാണാം. പടം നല്ല രീതിയിൽ ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഓക്കെ, ബൈ. ബൈ അല്ല, ഒരു ചെറിയ കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പോ പൈനാപ്പിൾ എന്ന പേര് കിട്ടിയ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാ വരുന്ന മാറ്റങ്ങൾ? ഒരുപാട് തെറികളാണ് കൂടുതൽ വരുന്നത്. അല്ല, വിശ്വാസമൊക്കെ വരുന്നില്ലേ ഇടയ്ക്ക്? എനിക്ക് വരുന്നില്ല. അന്ന് ഒരെണ്ണം താൻ ചെയ്തതല്ലേ, അത് പൈസ കിട്ടിയ ഇവന്മാർ പൈസ കിട്ടിയെന്ന് കേട്ടാ ഈ പുള്ളിയാ ചെയ്തതെന്ന്. എന്റെ കൂടെ നിൽക്കുമ്പോ നിനക്ക് ഇപ്പൊ എത്ര ശമ്പളം ഉണ്ട് പറയും പ്രഷറോട്? എനിക്ക് ശമ്പളമൊന്നുമില്ല. എന്തേ ഉള്ള കാര്യം തുറന്നു പറയാല്ല. ശമ്പളം ഉണ്ട്, അത്യാവശ്യം എനിക്ക് കിട്ടുന്ന വിശ്വസിന്റെ ഞാൻ കൊടുക്കാറുണ്ട് കറക്റ്റായിട്ട്. എത്ര ഞാൻ പറയാനില്ല, കാരണം നമുക്ക് പുറത്തുള്ള കറക്റ്റായിട്ടുള്ള എമൗണ്ട് പുറത്തു വിടണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പ്രശ്നം. അതെ. ഓക്കെ.